Hi friends, welcome to Masterclass by Competitive Exam Express. അപ്പോൾ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ 3 ജില്ലകളിലെ ഷോർട്ട് ലിസ്റ്റ് വന്നിട്ടുണ്ട്. നമുക്ക് ഒന്ന് പരിശോധിച്ച് നോക്കാം. തൃശൂർ, കോഴിക്കോട്, കോട്ടയം. തൃശൂർ, കോഴിക്കോട്, കോട്ടയം 3 ജില്ലകളിലെ അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഷോർട്ട് ലിസ്റ്റ് ആണ്, അതായത് പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിലെ നിലവിലെ നിയമന നിലയും അതുപോലെ കട്ട് ഓഫ്, പുതിയ കട്ട് ഓഫും പഴയ കട്ട് ഓഫും ഒന്ന് താരതമ്യം ചെയ്യാം. അതുപോലെ ലിസ്റ്റിൽ ഉൾപ്പെട്ട ആളുകളുടെ എണ്ണം, പുതിയ ആളുകൾ എത്ര, പഴയ ആളുകൾ എത്ര, ആ ഒരു ഡിഫറൻസ് മനസ്സിലാക്കുക. കാരണം ഇനി ഒരുപാട് പരീക്ഷകൾ വരുന്നുണ്ട്. ആ പരീക്ഷക്കൊക്കെ ഇത് ഉപകരിക്കും. നിങ്ങൾ മനസ്സിലാക്കുക, പല രീതിയിലാണ് പഠിക്കുന്നവർക്ക് കൃത്യമായി അത് ഉപകരിക്കും. ഓക്കെ, ആദ്യം തന്നെ നമ്മൾ പഴയ ആ ഒരു അല്ലെങ്കിൽ പുതിയ ആ ഒരു നോട്ടിഫിക്കേഷൻ ആണ് നോക്കുന്നത്. അതായത് നിങ്ങൾ നോക്കുക, 30/12/2024 എന്ന ഗസറ്റ് ഡേറ്റിൽ 29/1/2025 പ്രകാരമാണ് അവസാന ഡേറ്റ് വെച്ചിട്ടാണ് ഈ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നത്. 527/2024 കാറ്റഗറി നമ്പർ. 527/2024 കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ലിമിറ്റഡിലേക്ക് അസിസ്റ്റന്റ് സെയിൽസ്മാൻ ആണ്. 23,000 മുതൽ 50,200 വരെയാണ് സ്കെയിൽ ഓഫ് പേ. ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ജില്ലാതലങ്ങളിലാണ്, 14 ജില്ലകളിലേക്കുമാണ് ഈ ഒരു വേക്കൻസി വരുന്നത്. ഓക്കെ, അപ്പൊ നമ്മള് ആദ്യം തന്നെ തൃശൂർ ജില്ലയുടെ എന്താണ് അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് പരിശോധിക്കാൻ വേണ്ടി പോകുന്നത്. തൃശൂർ ജില്ല എപ്പോഴാണ് പരീക്ഷ? 2/8/2025. 2/8/2025 ഈ ഒരു പരീക്ഷ നടന്നിരിക്കുന്നത്. 2/8/2025 ഇതിന്റെ ലിസ്റ്റ് ആണ് വന്നിരിക്കുന്നത്. കട്ട് ഓഫ് നോക്കുക നിങ്ങൾ, 68.33. 68.33. ഇത് പ്രകാരം മെയിൻ ലിസ്റ്റിൽ 197 പേരാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതായത് 68.33 മാർക്കോ അതിനു മുകളിലോ ഉള്ള 197 പേർ. പിന്നെ സപ്ലിമെന്ററി ലിസ്റ്റിൽ 210 പേർ. അങ്ങനെ ആകെ 407 പേരാണ് ഈ ഒരു തൃശൂർ ജില്ലയുടെ അസിസ്റ്റന്റ് സെയിൽസ്മാൻ ലിസ്റ്റിലുള്ളത്. എത്രയാണ്? ആകെ 407 പേർ. അതിൽ 197 പേർ മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ് അസിസ്റ്റന്റ് സെയിൽസ്മാൻ തൃശൂർ ജില്ലയുടെ ഏറ്റവും പുതിയ പ്രോബബിലിറ്റി ലിസ്റ്റിന്റെ വിശദാംശം എന്ന് പറയുന്നത്. ഇനി നമുക്ക് 2023 വന്ന, അതായത് 9/5/2023 വന്ന കഴിഞ്ഞ തൃശൂർ ജില്ലയിലെ ആ ഒരു അസിസ്റ്റന്റ് സെയിൽസ്മാന്റെ ഡീറ്റെയിൽസ് നോക്കാം. അന്ന് 66.33 ആയിരുന്നു കട്ട് ഓഫ്. ഇന്ന് 68. നോക്കുക, ഇന്ന് 68.33, അന്ന് 66.33 ആയിരുന്നു കട്ട് ഓഫ്. 1150 പേരാണ് ടോട്ടൽ ഉണ്ടായിരുന്നതെങ്കിൽ ഇത്തവണ വെറും 407 പേർ. ഇത്തവണ 407 പേർ. കഴിഞ്ഞ തവണ 1150. അതിലെ 598 പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടപ്പോൾ ഇത്തവണ 197 പേര് മാത്രമാണ് മെയിൻ ലിസ്റ്റിൽ. സപ്ലിയിൽ 552. അങ്ങനെയാണ് 1150 ആയിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഇത് മനസ്സിലാക്കുക. 9/5/2023 ഈ ഒരു റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അതായത് നമ്മുടെ പുതിയ റാങ്ക് ലിസ്റ്റ് 9/5/2026 നിലവിൽ വരും എന്നർത്ഥം. ഓക്കെ, പരീക്ഷ 12/12/2021 നടന്നത്. 66.33 ആയിരുന്നു കട്ട് ഓഫ്. 1150 പേരെ ഉൾപ്പെടുത്തി. ഇത്തവണ വെറും 407 പേരെ മാത്രമാണ്. അതിന്റെ കാരണം നോക്കുക. അതായത് അസിസ്റ്റന്റ് സെയിൽസ്മാൻ കേരള സ്റ്റേറ്റ് സിവിൽ സപ്ലൈസ് കോർപ്പറേഷനിലേക്ക് ഇതിന്റെ ആ ഒരു അഡ്വൈസ് ഡീറ്റെയിൽസ് നോക്കുമ്പോൾ മനസ്സിലാകും. 9/5/2023 വന്നു. ഇതുവരെ 153 അഡ്വൈസ് മാത്രമാണ് നടന്നിരിക്കുന്നത്. ഇതുവരെ 153 അഡ്വൈസ് മാത്രം. 16/10/2025 ഏറ്റവും അവസാനത്തെ അഡ്വൈസ് പോയിരിക്കുന്നത്. ഇത് പ്രകാരം ഓപ്പൺ കാറ്റഗറിയിൽ നിന്ന് 282 റാങ്കുകാരനും, ഈഴവ 289, SC സപ്ലിയിൽ 20, ST സപ്ലി 9, മുസ്ലിം സപ്ലി 4, LCI 593 റാങ്ക്, OBC 307, വിശ്വകർമ്മ 352, SIUC നാടാർ സപ്ലിയിൽ 3, ഹിന്ദു നാടാർ സപ്ലിയിൽ 1. അതുപോലെ SSCC എത്രയാണ്? 288, ധീവര 230. അതുപോലെ LPH ഒന്നും ഇവിടെ എലിജിബിൾ അല്ല എന്ന് മനസ്സിലാക്കുക. ഓക്കെ, അപ്പൊ ഇത്രയാണ്. അതായത് ഇതുവരെ 41 പേർ ഓപ്പൺ കാറ്റഗറിയിൽ നിന്നും 40 പേർ ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്നും പോയിട്ടുണ്ട്. 41ഉം 40ഉം പിന്നെ 72 NJD. അങ്ങനെയാണ് 153 എന്നതിലേക്ക് എത്തിയിരിക്കുന്നത്. അപ്പൊ 153 പേരുടെ ലിസ്റ്റിൽ എടുത്തത് വെറും
153 പേർക്ക് 1150 ആണ് ശരി, വെറും 153 പേർക്കാണ് നിയമന ശുപാർശ പോയിരിക്കുന്നത്. പക്ഷെ എന്താണ്, ഒരു 8 ഫ്രഷ് വേക്കൻസി കൂടി റിപ്പോർട്ട് ആയിട്ടുണ്ട്. 8 ഫ്രഷ് വേക്കൻസി. അപ്പൊ 153ന്റെ കൂടെ 8 അങ്ങ് കൂട്ടിയാൽ മതി, ഏകദേശം 161 പേർക്ക് അഡ്വൈസ് പോയി എന്ന് കണക്കാക്കാം. 161 പേർക്ക്. ആകെ ഇത്രയാണ് പോയിരിക്കുന്നത്. 1150 പേരുടെ ലിസ്റ്റ് ഇട്ടിട്ട് 161. ഇത് മാക്സിമം പോയാൽ ഒരു 200, 250 ഏറ്റവും മാക്സിമം. 250 ഒത്തില്ല, അതിൽ താഴെ ആയിരിക്കും. 200 തന്നെ എത്തുമെന്നുള്ള സംശയമാണ്. അത്രയും ആൾക്കാരെ മാത്രമേ എടുക്കൂ. അപ്പോൾ താരതമ്യമായിട്ട് നമുക്ക് 197 പേരുടെ മെയിൻ ലിസ്റ്റും 407 പേരുടെ ടോട്ടൽ ലിസ്റ്റ് കൂട്ടത്തിന് കുറ്റം പറയാൻ പറ്റുമോ? ഇല്ല. കാരണം അത്രയും നിയമനം ഇനി നടക്കൂ. ഇനി അങ്ങോട്ടും അത്ര നിയമനങ്ങൾ മാത്രമേ പ്രതീക്ഷിക്കേണ്ടതുള്ളൂ എന്ന് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് അസിസ്റ്റന്റ് സെയിൽസ് അല്ലെങ്കിൽ ASM പോലെയൊരു പോസ്റ്റിൽ. ഇതാണ് തൃശ്ശൂർ ജില്ലയുടെ അവസ്ഥ. ഇനി നമ്മൾ കോഴിക്കോട് ജില്ലയിലേക്ക് പോയാൽ, കോഴിക്കോട് ജില്ലയും 2/8/2025 പരീക്ഷ നടന്നത്. കോമൺ OMR എക്സാം ആണ്. 2/8/2025 നടന്നു. ഏതാണ് കോഴിക്കോട് ജില്ല. എത്രയായിരുന്നു കട്ട് ഓഫ് ഇത്തവണ? 69.67. 69.67 ആയിരുന്നു കട്ട് ഓഫ്. ഇത് പ്രകാരം 222 പേർ മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടു. 69.67 അതിന് മുകളിലോ നേടിയ 222 പേർ. സപ്ലിമെന്ററി ലിസ്റ്റിൽ 238. ആകെ 460 പേർ. ആകെ 460 പേരാണ് നമ്മുടെ അസിസ്റ്റന്റ് സെയിൽസ് അല്ലെങ്കിൽ ASM കോഴിക്കോട് ജില്ലയുടെ പുതിയ പ്രോബബിലിറ്റി ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഇതിൽ നിന്ന് സർട്ടിഫിക്കറ്റ് വെരിഫിക്കേഷൻ കഴിഞ്ഞ് ഇപ്പോ 2/8 ഇതിന്റെ റാങ്ക് ലിസ്റ്റ് ഈ വരുന്ന നമ്മുടെ 28/4/2023 ആണ്. അപ്പോ 28/4/2026 പുതിയ ലിസ്റ്റ് ഇടുക. ഇതിൽ നിന്നുള്ള ആളുകളെ ഉൾപ്പെടുത്തിയാണ് 28/4/2026 പുതിയ ലിസ്റ്റ് ഇടുക എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ആകെ ഇത്ര പേരാണ്. 460 പേർ ടോട്ടൽ, 222 പേർ. 460 പേർ ടോട്ടൽ, 222 പേർ മെയിൻ ലിസ്റ്റിൽ. അതായത് 28/4/2023 വന്ന ASM കോഴിക്കോട് ജില്ലയുടെ ഇപ്പൊ നിലവിലുള്ള റാങ്ക് ലിസ്റ്റ് നോക്കിയാൽ അതിൽ 1442 പേരെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നിങ്ങൾ നോക്കുക, ഈ 460ഉം 1442 ഏകദേശം 1900 മുകളിൽ ആളുകളെ കുറച്ചു അല്ലെ. അന്ന് 752 പേരാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇവിടെ മെയിൻ ലിസ്റ്റിൽ 222 പേർ. നോക്കുക, എത്ര 500 മുകളിൽ ആളുകളെയാണ് ഇവിടെ കുറച്ചിരിക്കുന്നത്. അപ്പൊ ആ രീതിയിലുള്ള കുറവ് വന്നിട്ടുണ്ട്. അന്ന് 66 കട്ട് ഓഫ് എങ്കിൽ ഇന്ന് 69 കടന്നിരിക്കുന്നു കട്ട് ഓഫ്. അപ്പൊ നിങ്ങൾ മനസ്സിലാക്കുക അതിന്റെ ഡിഫറൻസ് നോക്കുക. കാരണം 1442 പേര് ഇത്തവണ 460 ആയെങ്കിൽ 752 മെയിൻ ലിസ്റ്റുകാർ 222 ആയെങ്കിൽ അഡ്വൈസ് ഡീറ്റെയിൽസിന്റെ അവസ്ഥ വെറും 193 പേരാണ്. നിയമനം 193 പേരുടെ അഡ്വൈസ് മാത്രമാണ് ഇവിടെ പോയിരിക്കുന്നത്. 28/4/2023 അതായത് 28/4/2026 ഇനി ഏകദേശം 4.5 മാസം കൊണ്ട് വരാൻ വേണ്ടി പോകുന്ന പുതിയൊരു ലിസ്റ്റ്, പുതിയൊരു റാങ്ക് ലിസ്റ്റിൽ ഇനി ഈ 193 പേർ മാക്സിമം ഒരു 40 പേരെ വേണം കൂട്ടിക്കോ. 40 പേരെ കൂടി കൂട്ടിക്കോ. എത്ര നിയമനം നടക്കും? 133 നിയമനങ്ങൾ ആകെ. 233 നിയമനങ്ങൾ ആകെ. അതിൽ കൂടില്ല. അത്രയും വന്ന ഭാഗ്യം എന്നേ പറയാൻ പറ്റും. ഓക്കെ, ഈ നിയമനങ്ങൾ നടക്കുന്ന ലിസ്റ്റിൽ ഇത്രയും ആളുകളെ ഉൾപ്പെടുത്തിയതിന് അധികമായിട്ട് നമുക്ക് പറയാൻ വേണ്ടി സാധിക്കും. ഓക്കെ, അന്ന് ഓപ്പൺ കാറ്റഗറിയിൽ 405 പേരാണ് നിലവിൽ വന്നിരിക്കുന്നത്. 405ാമത്തെ റാങ്ക്. ഈഴവ 399, സപ്ലിയിൽ SC സപ്ലിയിൽ 14ാമത്തെ റാങ്ക്, ST 10ാമത്തത്, മുസ്ലിം 446ാമത്തെ റാങ്കുകാരൻ, LCI സപ്ലി 9 ആണ്, OBC 426, വിശ്വകർമ്മ 395, SIOC നാടാർ സപ്ലിയിൽ 3, ഹിന്ദു നാടാർ സപ്ലിയിൽ 1, SCCC സപ്ലിയിൽ 3, അതുപോലെ ധീവര 543ാമത്തെ റാങ്ക്. അതായത് ഓപ്പൺ കേട്ടേണിൽ നിന്ന് 64 പേരെയും ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റിയിൽ നിന്ന് 63 പേരെയും ഉൾപ്പെടുത്തി. NJD 66 ആകെ 193 പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ട്. ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓക്കെ, ഇതാണ് കോഴിക്കോട് ജില്ലയുടെ അവസ്ഥ എന്ന് പറയുന്നത്, കോഴിക്കോട് ജില്ലയുടെ ഡീറ്റെയിൽസും. ഇനി അടുത്തത് കോട്ടയം ജില്ലയിലേക്ക് വരുമ്പോൾ, കോട്ടയം ജില്ലയിലും 2/8/2025 നമ്മുടെ ഈ ഒരു പരീക്ഷ നടന്നത്, കോമൺ ടെസ്റ്റ് നടന്നത്. ഇത് പ്രകാരമുള്ള പ്രോബബിലിറ്റി ലിസ്റ്റ് ആണ് ലഭ്യമായിരിക്കുന്നത്. 64.67 കട്ട് ഓഫ്. 64.67 ഈ ഒരു മാർക്കോ അതിന് മുകളിലോ നേടിയ 132 പേരാണ് ഈ ഒരു മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 132 പേരാണ് മെയിൻ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. സപ്ലിമെന്ററി ലിസ്റ്റിൽ 155 പേർ.
സപ്ലിമെന്ററി ലിസ്റ്റിൽ 155 പേർ. അതുപോലെ ആകെ 287 പേർ. കോട്ടയം ജില്ലയാണ്. 287 പേരാണ് ആകെ ഈ ഒരു ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 64.67 കട്ട് ഓഫ് എന്ന് പറയുന്നത്. 287 പേരാണ് ആകെ ഈ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. മെയിൻ ലിസ്റ്റിൽ 132. പഴയ ലിസ്റ്റ് വെച്ച് നോക്കുക, 1133 പേരാണ് പഴയ നിലവിലെ റാങ്ക് ലിസ്റ്റിൽ നിലവിലെ ലിസ്റ്റിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. 15/5/2023 റാങ്ക് ലിസ്റ്റ് നിലവിൽ വന്നിരിക്കുന്നത്. അത് പ്രകാരം 15/5/2026 പുതിയ റാങ്ക് ലിസ്റ്റ് വരണം. അന്നത്തെ കട്ട് ഓഫ് 63 63 അതിന് മുകളിൽ നേടിയ 586 പേർ. ഇന്നത് 132 പേരായി ചുരുങ്ങി മെയിൻ ലിസ്റ്റ്. ആകെ 1133 എന്നത് ആകെ 287 അവസ്ഥയാണ്. ഓരോ ലിസ്റ്റിന്റെയും എണ്ണം കുറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക. കാരണം ആകെ 121 അഡ്വൈസ് ആണ് കോട്ടയം ജില്ലയിൽ ഇതുവരെ നടന്നിരിക്കുന്നത്. 15/5/2023 വന്ന ഈ ഒരു റാങ്ക് ലിസ്റ്റ് പ്രകാരം 24/11/2025 വരെ ആകെ 121 അഡ്വൈസ്. അതായത് ഏകദേശം 5.5 മാസം ഇല്ല, 5 മാസം മാത്രം അവശേഷിക്കുന്ന ഒരു റാങ്ക് ലിസ്റ്റ്. അതിൽ നിന്ന് ഇനി എത്ര ഒരു 50 നിയമനം നടന്നാൽ പോലും 171 അത്രയാണ് നടക്കാൻ വേണ്ടി 200 താഴെ നടക്കുന്ന ഒരു ജില്ല. അപ്പോ ഏകദേശം 287 പേരെ ടോട്ടൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ധാരാളം എന്ന് തന്നെ പറയാം. കാരണം നിയമനം നടക്കുന്നില്ലെങ്കിൽ എന്തിന് ഉദ്യോഗാർത്ഥികളെ ഒരുപാട് വലിയ ലിസ്റ്റ് ഇട്ടിട്ട് അവർക്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടുണ്ട്, ജോലി കിട്ടും എന്ന പ്രതീക്ഷയോടെ കാത്തിരിക്കണം. 287 ആ ഭൂരിഭാഗം പേർക്ക് കിട്ടിയെങ്കിൽ അത്രയും നല്ലത്. അതായത് മെയിൻ ലിസ്റ്റിൽ നിന്ന് മുഴുവൻ ആൾക്കാരും എടുത്തു കഴിഞ്ഞാൽ ലിസ്റ്റ് അവസാനിക്കും, പുതിയ റാങ്ക് ലിസ്റ്റ് അല്ലെങ്കിൽ നോട്ടിഫിക്കേഷൻ വരും. അതാണ് ഏറ്റവും നല്ലത്. ലിസ്റ്റ് തീരുക, പുതിയ വരിക, അങ്ങനെ വരട്ടെ. അല്ലാതെ ഉദ്യോഗാർത്ഥികൾക്ക് വെറുതെ ലിസ്റ്റിലുണ്ട് എന്ന് പറയിപ്പിക്കൽ ജോലിയാണ് വേണ്ടത്. അത് കൊടുക്കാനുള്ള കാര്യങ്ങൾ ഈ രീതിയിൽ നടക്കട്ടെ എന്ന് നമുക്ക് പറയാനുള്ളൂ. നിങ്ങൾ നോക്കുക, 186 ഇതുവരെ OC-യിൽ പോയിരിക്കുന്ന റാങ്ക് നമ്പർ. EBT 206 റാങ്ക്, SC സപ്ലിയിൽ 5 റാങ്ക്, ST സപ്ലിയിൽ 7, മുസ്ലിം 257 റാങ്കുകാരൻ, LCAI സപ്ലിയിൽ 3, OBC 379 റാങ്ക്, വിശ്വകർമ്മ 160 ഓപ്പൺ ടേണിലാണ് പോയിരിക്കുന്നത്. SIOC നാടാർ 343, SCCC സപ്ലിയിൽ 2, ധീവര OC ഓപ്പൺ ടേണിൽ എത്രയാണ് 181. ഹിന്ദു നാടാർ 246, ഇതിവിടെ ആപ്ലിക്കബിൾ അല്ല. ഓക്കെ, നിങ്ങൾ നോക്കുക, ഇവിടെ ഇതുവരെ ഓപ്പൺ ടേണിൽ എത്രയാണ്? ഓപ്പൺ കാറ്റഗറിയിൽ 39 പേരെയാണ് എടുത്തിരിക്കുന്നത്. ബാക്ക്വേർഡ് കാറ്റഗറിയിൽ 39 പേര്, NJD-യിൽ 43. അങ്ങനെ ആകെ 121 പേർ. 121 പേർ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഇതാണ് ഇവിടുത്തെ നിലവിലെ അവസ്ഥ. 121 പേരാണ് നിലവിലെ ഇവിടെ ലിസ്റ്റിൽ നിന്ന് അഡ്വൈസ് പോയിരിക്കുന്നത്. അതിൽ പലതും NJD ഒക്കെ വരും, LD ഒക്കെ കിട്ടും, അങ്ങോട്ട് പോകും പലരും. ഓക്കെ, ഇതാണ് കോട്ടയം ജില്ലയുടെ അവസ്ഥ. അപ്പൊ 3 ജില്ലയുടെ ഏകദേശ ധാരണ നമുക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. അതായത് നമുക്ക് ഏതാണ് തൃശൂർ ജില്ലയുടെ അവസ്ഥ മനസ്സിലായി, കോഴിക്കോട് ജില്ലയുടെ അവസ്ഥ മനസ്സിലായി, പിന്നെ ഏറ്റവും അവസാനം നമ്മളിപ്പോ പറഞ്ഞു കോട്ടയം ജില്ലയുടെ അവസ്ഥ. ഓക്കെ, അപ്പൊ ഇതിന് കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയുടെ പറഞ്ഞു, തിരുവനന്തപുരം ജില്ലയുടെ വന്നിട്ടില്ല കേട്ടോ, ഞാനത് തെറ്റി പറഞ്ഞാണ്. അതിൽ ഞാൻ കമന്റ് ബോക്സിൽ അത് പിൻ ചെയ്തിട്ടുണ്ട്. മലപ്പുറം വന്നിട്ടുണ്ട്, പിന്നെ നമുക്ക് പത്തനംതിട്ട. ഇത്രയും ജില്ലകളാണ് നിലവിൽ 5 ജില്ലകളാണ് നിലവിൽ വന്നിരിക്കുന്നത്. എല്ലാ സ്ഥലത്തും ഒരേ രീതിയിൽ തന്നെയാണ് നിയമന നില പോകുന്നത്, അല്ലെങ്കിൽ ആളുകളെ ഉൾപ്പെടുത്തിയതിന്റെയും കട്ട് ഓഫിന്റെയും കാര്യത്തിലുള്ള വർധനവും അങ്ങനെയാണ്. ആളുകളെ കുറച്ചു, കട്ട് ഓഫ് കൂട്ടി. അപ്പൊ ഇനി വരാൻ വേണ്ടി പോകുന്ന പരീക്ഷകൾ, ഇപ്പൊ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് ആയിക്കോട്ടെ, അതുമായി ബന്ധപ്പെട്ട ഒരു വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ടെന്ന് കാണുക. അതിലും നിലവിലെ നിയമനത്തിൽ നമ്മൾ കൃത്യമായി പറയുന്നുണ്ട്. അതിന്റെ അവസ്ഥയും ഏതാണ്ട് ഇതുപോലെ തന്നെയാണ്. നിങ്ങളൊരു 100 റാങ്കിനുള്ളിൽ ഉൾപ്പെട്ടാൽ നിങ്ങൾക്ക് അവിടെ ജോലി ഉറപ്പിക്കാം, 100 റാങ്കിനുള്ളിൽ. അല്ലെങ്കിൽ നിങ്ങൾ വെറുതെ അതിന്റെ പിന്നാലെ നടക്കുന്നത് മാത്രമായിരിക്കും ഫലം എന്ന് മനസ്സിലാക്കുക. 100 റാങ്കിനുള്ളിൽ ഉൾപ്പെടാനുള്ള ശ്രമം അവിടെ നടത്തുക. ഇനി വരുന്ന പരീക്ഷകൾ ഏതുമായിക്കൊള്ളട്ടെ, ആ രീതിയിൽ ആളുകളുടെ എണ്ണം കുറയും. നിങ്ങൾ LP UP നോക്കുക, കഴിഞ്ഞ LP UPയും ഇപ്പൊ നിലവിൽ വന്ന റാങ്ക് ലിസ്റ്റ് LP UPയും ആളുകളുടെ എണ്ണത്തിലുള്ള വ്യത്യാസവും നിയമന നിലയും പരിശോധിച്ചാൽ നിങ്ങൾക്കത് മനസ്സിലാവും. അങ്ങനെ ഓരോ തസ്തികയും എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ വ്യക്തമായി മനസ്സിലാകുന്ന ഒരാളാണെങ്കിൽ മനസ്സിലാകും. നിയമനങ്ങൾ കുറയുന്നു, സാധ്യതകൾ മങ്ങുന്നു. നല്ല രീതിയിൽ പഠിച്ച ഒരാൾക്ക് മാത്രമേ ജോലിയുള്ളൂ. ഇപ്പോഴത്തെ പുതിയ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് ലിസ്റ്റ് ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ എല്ലാം ചെറിയ പിള്ളേരാണ്. എന്ന് വെച്ചാൽ ചെറിയ കുട്ടികൾ എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു അർത്ഥത്തിലല്ല,
പ്രായം കുറഞ്ഞ, അതായത് 20 വയസ്സിനും 25 വയസ്സിനും ഇടയിലുള്ള ഭൂരിഭാഗം പേര്, ഒരു 70-80% പേരും ഈ ഒരു റേഞ്ചിനുള്ളിലുള്ളവരാണ്. അതായത് ഡിഗ്രി കഴിഞ്ഞാൽ PG കഴിഞ്ഞ് പെട്ടെന്ന് തന്നെ ഒരു സർക്കാർ ജോലി, സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് പോലത്തെ ഏറ്റവും മികച്ച ഒരു ജോലി അവർ കരസ്ഥമാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, ഒരുപാട് പേര് ഇതിലെ കോമ്പീറ്റ് ചെയ്യുന്നുണ്ട്. അവർ ആത്മാർത്ഥമായി പഠിക്കുന്നുണ്ട്. SCRT വള്ളി പുള്ളി തെറ്റാതെ അവർ പഠിക്കുന്നത്, അവർ പഠിച്ചിറങ്ങിയതാണ്, അവർക്കത് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. അവർ NCRT അവര് എന്താണ് നല്ല രീതിയിൽ നോക്കി പോകുന്നു, SCRT പഠിച്ചിട്ട് പോകുന്നു. ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന തെറ്റ്. നമ്മൾ ചുമ്മാ മോട്ടിവേഷൻ വീഡിയോയും ഏതെങ്കിലും ടിപ്പുകളൊക്കെ കിട്ടൂ എന്ന് കരുതി ഇപ്പോഴും അങ്ങനെ തന്നെ ഇരിക്കുന്നു. നിങ്ങളൊക്കെ ഇതൊക്കെ നിർത്തി വല്ല പണിക്കും പോകേണ്ടി വരും എന്നേ പറയാൻ പറ്റൂ. കാരണം ഇങ്ങനെ ആത്മാർത്ഥ NCRT SCRTയും വെച്ച്, സിലബസും വെച്ച്, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറും വെച്ച് പഠിച്ചു മുന്നോട്ട് പോയാൽ മാത്രം, കൺസെപ്റ്റ് ക്ലിയർ ആയി മുന്നോട്ട് പോയാൽ മാത്രമേ ഇനി അങ്ങോട്ട് ജോലി സാധ്യതയുള്ളൂ. SCRT NCRTയും ഏറ്റവും കുറഞ്ഞ 40 മാർക്ക് വരെ നമുക്ക് അവിടെ കിട്ടും. 35 മുതൽ 40 വരെ അവിടെ കിട്ടുമ്പോൾ ബാക്കി നമുക്ക് NCRTയിൽ നിന്നും അതുപോലെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നും ഒക്കെ നമുക്ക് അവിടെ കിട്ടും. ഇതൊക്കെ നോക്കാതെ പോയാൽ, ഇവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നതെന്നും ഹോട്ട് ടോപ്പിക്സ് ഏതൊക്കെയാണെന്നും മനസ്സിലാക്കാതെ പോയാൽ നിങ്ങൾക്ക് തന്നെയാണ് നഷ്ടം. നിങ്ങൾ ആത്മാർത്ഥമായി പഠിച്ചാൽ മാത്രമേ ഈ ഒരു ലിസ്റ്റിൽ നിങ്ങൾക്ക് ഉൾപ്പെടാൻ പറ്റൂ എന്ന് നിങ്ങൾ മനസ്സിലാക്കുക. ഓക്കെ, ഇത്രയുമാണ് ഈ വീഡിയോയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഇനി പുതിയ ലിസ്റ്റുകൾ വരുമ്പോൾ നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ഒക്കെ ചെയ്യും. അതുപോലെ VFAയുടെ ഡീറ്റെയിൽസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനി വരാൻ വേണ്ടി പോകുന്ന നോട്ടിഫിക്കേഷൻ ഒക്കെ ആ രീതിയിൽ നമ്മൾ ചെയ്യുന്നതുമായിരിക്കും. അപ്പൊ കൃത്യമായി നമ്മുടെ എല്ലാവിധ കാര്യങ്ങൾക്കും ക്ലാസ്സുകളൊക്കെ നമുക്ക് വരുന്നുണ്ട്. അതിനൊക്കെ നമ്മുടെ ഈ ഒരു ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് പോവുക. തൊട്ടടുത്ത് കാണുന്ന നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാൻ വേണ്ടി ബെല്ലൈക്കൺ ഓൾ കൊടുക്കുക. അതുപോലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഇനി ഒരു അഭിപ്രായം ഇല്ലെങ്കിൽ പോലും എന്തെങ്കിലും നിങ്ങൾ ഒന്ന് കമന്റ് കൊള്ളാമെന്നോ ഇനി ഓക്കെ ആണെന്നോ ഒക്കെ ഇട്ട് കഴിഞ്ഞാൽ നമുക്കൊരു പ്രചോദനമാണ് വീണ്ടും വീണ്ടും വീഡിയോ ചെയ്യാൻ. നിങ്ങളുടെ പ്രോത്സാഹനവും സപ്പോർട്ടും മാത്രമാണ് ഏറ്റവും കൂടുതൽ വീഡിയോസ്. നിങ്ങൾ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്താൽ ഡെയിലി വീഡിയോസും കാര്യങ്ങളൊക്കെ നമ്മൾ ഇതിലേക്ക് അപ്ലോഡ് ചെയ്യും. അതാണ് നമ്മുടെ ലക്ഷ്യം. ഓക്കെ, അപ്പൊ നമ്മുടെ വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റുമായി ബന്ധപ്പെട്ട ബാച്ച്, അതായത് വെബ്കോ LDC വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് എന്ന് പറയുന്ന ഒരു ബാച്ച് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാം. 699 മെയിൻ പ്രിലിംസും. പ്രിലിംസ് ഉണ്ടാവാനുള്ള സാധ്യതയില്ല, മെയിൻസ് മാത്രമായിരിക്കും. അപ്പൊ 699 രൂപക്ക് ആ ഒരു ബാച്ചിൽ ജോയിൻ ചെയ്യാം. അതുപോലെ തന്നെ കമ്പനി ബോർഡ് LGS നമ്മൾ 699 രൂപയാണ് ഒരു വർഷത്തേക്ക്, പ്രിലിംസും മെയിൻസും ഉൾപ്പെടെ. പിന്നെ നമ്മുടെ ദേവസ്വം ബോർഡിന്റെ ബാച്ചാണ്. ദേവസ്വം ബോർഡിന്റെ ഏറ്റവും മികച്ച സിലബസ് മുഴുവൻ കവർ ചെയ്യുന്ന ബാച്ച് 1350 രൂപയുടെ ദേവാസുരം ബാച്ച്. മുഴുവൻ കാര്യങ്ങളും PYQ മാസ്റ്റർ ഉൾപ്പെടെ അതിൽ കിട്ടും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മുഴുവൻ വേണ്ട, PYQ മാസ്റ്റർ മതി. അതുപോലെ തന്നെ PYQ മാസ്റ്റർ പിന്നെ സ്പെഷ്യൽ ടോപ്പിക് മാത്രം മതിയെങ്കിൽ 650 രൂപയുടെ ഒരു ബാച്ച് ഓൾറെഡി റൺ ചെയ്യുന്നുണ്ട്. തിങ്കളാഴ്ച മുതൽ 650 രൂപയുടെ PYQ മാസ്റ്റർ എന്ന് പറയുന്ന ബാച്ച്, അതിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓക്കെ, അഡ്മിഷനായി ഈ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്താൽ മതി. 7306662334 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. അതിന്റെ ഡീറ്റെയിൽസ് നമ്മളത് നിങ്ങൾക്ക് ഏതാണോ ബാച്ച് വേണ്ടത്, VFA ആണ് VFA, കമ്പനി ബോർഡാണ് കമ്പനി ബോർഡ്, ദേവാസുരമാണ് ദേവാസുരം, PYQ മാസ്റ്റർ ആണ് PYQ മാസ്റ്റർ എന്ന് നിങ്ങൾ കമന്റ് ചെയ്താൽ മതി. ഓക്കെ, അപ്പൊ നല്ലൊരു മറ്റു വീഡിയോയുമായി വീണ്ടും കാണാം. ബൈ.